إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ സ്നേഹിക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയെന്നുള്ളത് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. قال الله عز وجل إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായിക്കത്തും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാമിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഉണർത്തുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും വർഷിക്കുകയെന്നുള്ളതാണ് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലൂടെ മനസ്സിലാക്കിയതാണ്. സത്യവിശ്വാസികളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്ന വചനത്തിൽ ആ വചനം ആരംഭിക്കുന്നത് തന്നെ ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവന്റെ മലായികത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവിന്റെ മഹത്വത്തിനും അല്ലാഹുവിന്റെ അദമത്തിനും അനുയോജ്യമായ വിധത്തിൽ അല്ലാഹു അവന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ വർഷിക്കുന്നു. മലായികത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി
സദാ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണം. عن عبد الله بن عمرو بن العاص رضي الله عنهما قال سمعت النبي صلى الله عليه وسلم يقول عبد الله بن عمرو بن العاص رضي الله عنه നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, من صلى علي صلاة صلى الله عليه بها 10 رواه الإمام مسلم. ആരെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അതിന്റെ 10 ഇരട്ടി പ്രതിഫലമായി കൊണ്ടാണ് അത് ലഭിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് 10 തവണയുള്ള സ്വലാത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് കൃത്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലണമെന്നർത്ഥം. عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم أولى الناس بي يوم القيامة أكثرهم علي صلاة رواه الترمذي. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത സ്ഥാനമുണ്ടാകുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ആഗ്രഹിക്കാത്തവർ. അന്ത്യദിനത്തിൽ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കുന്ന ആളുകൾ ആരാണ്? يقول النبي صلى الله عليه وسلم أولى الناس بي يوم القيامة. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന മനുഷ്യർ ഇവരായിരിക്കും. അക്തറുഹും അലയ്യ സ്വലാത്തൻ. ഏറ്റവും കൂടുതൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവരാരോ അവരായിരിക്കും എന്നോട് ഏറ്റവും അടുത്തവർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരായ സത്യവിശ്വാസികൾ ധാരാളമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. മാത്രമല്ല, عن أوس بن أوس رضي الله عنه قال قال النبي صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا علي فيه من الصلاة. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും മാത്രമല്ല അന്ത്യദിനം സംഭവിക്കുന്നതുമായ ദിവസം യൗമുൽ ജുമുഅയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ദിവസത്തിൽ ഫഅക്സിറു അലയ്യ ഫീഹി മിനസ്സലാ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പ്രത്യേകമായി ധാരാളമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലയ്യ, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. فقال الصحابة رضوان الله تعالى عليهم يا رسول الله وكيف تعرض صلاتنا وقد أرمت. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് കാണുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, ഭൂമിയുടെ മേൽ അംബിയാക്കളുടെ ശരീരത്തെ തിന്നുകയെന്നുള്ളത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ സലാം പറയുമ്പോഴും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോഴും അള്ളാഹുവിന്റെ സയ്യാഹീങ്ങൾ എന്ന് പറയുന്ന മലക്കുകൾ ആ സലാം എനിക്ക് എത്തിച്ചു നൽകുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ ചൊല്ലുന്നതായ സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുന്നുവെന്ന് സ്വഹീഹായ ഹദീസിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഒരാൾ ബാങ്ക് വിളി കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ ثم صلوا علي.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. ആ ബാങ്ക് വിളിക്ക് ശേഷം നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹു മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ثم سلوا الله لي الوسيلة فإنها منزلة في الجنة لا تنبغي إلا لعبد من عباد الله فأرجو أن أكونه. അള്ളാഹുവിനോട് നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലിയ ശേഷം എനിക്ക് വേണ്ടി വസീലത്തിനെ നിങ്ങൾ ചോദിക്കണം. കാരണം വസീലത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിലെ പ്രത്യേക പദവിയാണ്. അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഇബാദുകളിൽ ഒരാൾക്ക് മാത്രമേ ആ പദവിയുള്ളൂ. ആ പദവി എനിക്കായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ആ പദവിക്ക് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമൻ സഅല ലിയൽ വസീലത ഹല്ലത് ലഹു ശഫാഅതു യൗമൽ ഖിയാമ. ആരാണോ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കുന്നവൻ അവന് അള്ളാഹുവിന്റെ പക്കൽ എന്റെ ശുപാർശ ലഭിക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ പക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മഹത്തായ ഒരു ഇബാദത്താണ് ധാരാളമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال رسول الله صلى الله عليه وسلم البخيل من ذكرت عنده فلم يصلي علي. ആളുകളിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ മനുഷ്യനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം കേട്ടിട്ടും റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ നമസ്കാരങ്ങളിൽ നിർബന്ധമായി വാജിബായി അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയെങ്കിലേ അവന്റെ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടുകയുള്ളൂ. മാത്രമല്ല അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ് ആ ദുആയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്നൊക്കെ നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യത്തിൽ ഒരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. ഒഴിവുള്ള സമയങ്ങളിൽ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. മാത്രമല്ല സ്വലാത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് എന്ന് പറയുന്നതും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതും അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ എന്നുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇതാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലാർഹമായ സ്വലാത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു മനുഷ്യന്റെ നമസ്കാരത്തിലും അവൻ ചൊല്ലേണ്ട നിർബന്ധമായ സ്വലാത്തും ഈ പറയുന്ന സ്വലാത്ത് തന്നെയാണ്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പല സഹോദരങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ ആ സഹോദരങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداو جرحاهم وعاف مبتلاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.